സോറിയാസിസ് ഒരു സ്കിൻ പ്രോബ്ലമാണ് പ്രിഡോമിനന്റ് ആയി. എന്നാൽ ഒരു 20 മുതൽ 30% സോറിയാസിസ് രോഗികളിൽ നമുക്ക് ആർത്രൈറ്റിസും കാണാം. അതിനെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നു. ഇത് മറ്റ് ആമവാദത്തിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണെന്ന് നോക്കാം. സോറിയാറ്റിക് ആർത്രൈറ്റിസ് അധികമായി ഈ ഒളിഗോ ആർത്രൈറ്റിസ് ആണ്. 4 അതിൽ താഴെയുള്ള ജോയിന്റ്സുകളാണ് ആദ്യം തുടക്ക ഭാഗങ്ങൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ എല്ലാ ജോയിന്റ്സിലെ അഫക്ട് ചെയ്യാമെങ്കിൽ ചിലപ്പോൾ അത് ഒളിഗോ ആർത്രൈറ്റിസ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സിമെട്രിസിറ്റി, അതായത് ആമാദിൽ ഈ കൈയിലുണ്ടെങ്കിൽ ഈ കൈയിൽ സാധാരണ കാണും, ഇതുപോലെ കാണത്തില്ല. ചിലപ്പോൾ ഇവിടെ ഒരു കൈ, ഇവിടെ മുട്ടിലൊരു വേദന, പിന്നെ കണങ്കാലിലൊരു വേദന, അങ്ങനെ ഒറ്റപ്പെട്ട് തുടങ്ങുന്ന വാദവുമായിട്ടാണ് പലപ്പോഴും സോറിയാറ്റിക് ആർത്രൈറ്റിസ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ വളരെ കോമൺ ആയിട്ട് ഈ ആർത്രൈറ്റിസ് ഉണ്ടാകാം. അത് സന്ധിയിലുണ്ടാകുന്ന നീർക്കെട്ട് വേദന, അത് ആമവാദം പോലെ തന്നെ ബിഹേവ് ചെയ്യാം. അതല്ലാതെ എൻഡിസൈറ്റിസ്, അതായത് ഈ ഉപ്പൂറ്റിയിലൊക്കെ ഉണ്ടാകുന്ന വേദനകൾ, ഈ മസിൽ വന്ന് നമ്മുടെ ബോണിൽ കയറുന്ന ഭാഗത്തെയാണ് എൻഡിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുണ്ടാകുന്ന നീർക്കെട്ട് ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ വളരെ കോമൺ ആണ്. മറ്റ് സോറിയാറ്റിക് ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ് കണ്ണുകളെ അഫക്ട് ചെയ്യാവുന്നത്. അപ്പോൾ ഇത് ഈ യുവിയറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, യുവിയ എന്ന് പറയുന്നത് കണ്ണിന്റെ ഒരു പാളിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും വേദനയും ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഈ സ്പൈനിനെ ഈ നടുവിന്റെ ഭാഗത്തുള്ള സേക്രോഇലിയാക് ജോയിന്റ്. അപ്പോൾ ഇത് പലപ്പോഴും നടുവേദനയായിട്ടും തുടങ്ങാം. സോറിയാറ്റിക് ആർത്രൈറ്റിസ് വളരെ അഗ്രസീവ് ആർത്രൈറ്റിസ് ആയതുകൊണ്ട് തന്നെ വളരെ ഏർലി ആയിട്ട് ഇത് കണ്ടുപിടിച്ച് നല്ല ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് വൈകല്യങ്ങളൊന്നും വരാതെ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ, ഈ സ്കിന്നിലുള്ള അസുഖം വളരെ കൂടാതെ വളരെ നിയന്ത്രണത്തിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഇപ്പോഴത്തെ പുതിയ ചികിത്സാ രീതികൾ വെച്ച്.